BJPയിൽ ചേർന്നാൽ നിനക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമെന്ന്. അച്ഛൻ അമ്മയുടെ കാൽക്കിൽ തുണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണ്ട, അവന് അവിടെ നല്ലൊരു ഭാവി അമ്മ കാണിച്ചു തരുന്നുണ്ട് എന്ന്. ഉടനെ തന്നെ എൻ്റെ മനസ്സ് അമ്മ മാറ്റി തന്നു. BJPയോടുള്ള എല്ലാ വെറുപ്പും അറപ്പും ദേഷ്യവും എല്ലാം അമ്മ ഓൺ ദ സ്പോട്ട് മാറ്റി എനിക്ക് വേറെ ഒരു ഹൃദയം തന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ വേറെ ഒരു പൊളിറ്റിക്സിൽ എൻട്രി ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും സൗമ്യമായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ എൻ്റെ മൂത്ത മകൻ രാഷ്ട്രീയത്തിൽ ജോയിൻ ചെയ്യണമെന്ന് അവൻ്റെ വലിയ സ്വപ്നമായിരുന്നു. അപ്പോൾ അവൻ എൻജിനീയറിംഗ് ഗ്രാജുവേഷൻ ഫർദർ സ്റ്റഡീസിന് വേണ്ടി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടെ അവൻ പഠിത്തം എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നല്ല ജോലിയൊക്കെ കിട്ടിയതാണ്. പക്ഷേ അവന് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളത് കൊണ്ട് തിരിച്ചു വന്നു. പക്ഷെ അവന് രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്യാനുള്ള തടസ്സം മാറ്റാനാണ് ഞാൻ രണ്ടാമത്തെ നിയോഗം വെച്ചത്. അവരുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ചിന്തൻ ശിബിറിൽ മക്കൾ രാഷ്ട്രീയത്തിനെതിരായി അവർ പ്രമേയം പാസ്സാക്കി. ദാറ്റ് മീൻസ് എൻ്റെ 2 മക്കൾക്കും എത്ര ആഗ്രഹിച്ചാലും അവർക്ക് പൊളിറ്റിക്സിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നുള്ള തടസ്സമാണ്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒന്നും അതിന് വേണ്ടി പരിശ്രമിക്കുകയോ മക്കൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തു കൊടുക്കില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നിയോഗം വെച്ചു അമ്മയുടെ അടുത്ത്. എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയത്. പെട്ടെന്ന് ഒരു BBC കോൺട്രവേഴ്സി വരികയും അത് ഭയങ്കരമായിട്ടങ്ങ് ഒത്തിരി സോഷ്യൽ മീഡിയ വഴി നമ്മളെല്ലാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി. ഞാൻ അമ്മയോട് പറഞ്ഞു, മാതാവേ എല്ലാം കൈവിട്ട് പോയോ, എനിക്ക് ഇനി എന്താ, അമ്മയ്ക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവന് രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്യുക എന്നുള്ളത്. എല്ലാവർക്കും അറിയാമല്ലോ അമ്മമാരെത്രയാണ് മക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് അത്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അമ്മയോട് കരഞ്ഞ് പറഞ്ഞു, എൻ്റെ മകൻ്റെ ഭാവി, അവനിപ്പോൾ 39 വയസ്സായി, അവനൊന്നും ഇത്രയും വിദ്യാഭ്യാസവും എല്ലാവരുടെ ഒരു മകന് അവൻ്റെ ആഗ്രഹം സാധിക്കുന്നില്ല. ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞ് പറഞ്ഞു. ഞാൻ സങ്കടപ്പെട്ട് ഇവിടെ അപ്പോഴവൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അമ്മ എന്നെ PMOന്ന് വിളിച്ചിട്ടുണ്ട്, അവരെന്നോട് BJPയിൽ ചേരാനായിട്ടാണ് പറഞ്ഞത്. BJPയിൽ ചേർന്നാൽ നിനക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ്, നമ്മൾ ജീവിച്ചതും ആ പാർട്ടിയിലാണ്. അങ്ങനെ BJPയിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ. ഞാനിവിടെ വന്ന് അമ്മയോട് ആലോചന ചോദിക്കാനായിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് തുണ്ട് കൊടുത്തു. അച്ഛൻ അമ്മയുടെ കാൽക്കിൽ തുണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണ്ട, അവന് അവിടെ നല്ലൊരു ഭാവി അമ്മ കാണിച്ചു തരുന്നുണ്ട് എന്ന്. ഉടനെ തന്നെ എൻ്റെ മനസ്സ് അമ്മ മാറ്റി തന്നു. BJPയോടുള്ള എല്ലാ വെറുപ്പും അറപ്പും ദേഷ്യവും എല്ലാം അമ്മ ഓൺ ദ സ്പോട്ട് മാറ്റി എനിക്ക് വേറെ ഒരു ഹൃദയം തന്നു. അവനെ അംഗീകരിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സ് ഞാൻ തന്നു. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ വീട്ടുകാരോട് എന്താണ് പറയണത്? എൻ്റെ ഹസ്ബൻഡിന് വലിയ ഷോക്കായിരിക്കും. ഞാൻ ഒന്നും മിണ്ടാതെ വീട്ടിൽ പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ ചാനലിലൂടെ അവൻ BJPയിൽ ചേർന്ന വിവരം അറിഞ്ഞു. ഹസ്ബൻഡിന് വലിയ ഷോക്കായി. ഞാൻ അമ്മയോട് ഇവിടുന്നേ പറഞ്ഞിട്ടാണ് പോയത്, അമ്മ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക, അമ്മ പറഞ്ഞത് പ്രകാരം കാര്യങ്ങൾ അത് തന്നെ ഞാൻ ഒരു പരാതിയില്ലാതെ ഞാൻ ഏറ്റെടുക്കുക. അമ്മ എൻ്റെ വീട്ടിലെ ക്രമസമാധാന നിലയും കൂടി കൈകാര്യം ചെയ്തേക്കണമെന്ന്. എൻ്റെ ഹസ്ബൻഡ് വലിയ ഷോക്കായിരുന്നു അത്. എങ്കിലും വളരെ സൗമ്യതയോടെ തന്നെ അദ്ദേഹം ആ സിറ്റുവേഷൻ തരണം ചെയ്തു. എൻ്റെ മകൻ വീട്ടിലോട്ട് അതിന് ശേഷം വരുമ്പോൾ വല്ല പൊട്ടിത്തെറിയ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഓർത്ത് എനിക്ക് വലിയ ഭയമായിരുന്നു.
പക്ഷേ പരിശുദ്ധ അമ്മ എല്ലാവരുടെയും മനസ്സ് കൂൾ ഡൗൺ ചെയ്ത് അമ്മ സൗമ്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സമാധാനത്തിൻ്റെ അമ്മയാണ്, സമാധാനത്തിൻ്റെ രാജ്ഞിയായ അമ്മ. എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ വേറെ ഒരു പൊളിറ്റിക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും സൗമ്യമായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. വീട്ടിൽ രാഷ്ട്രീയം ഒഴിച്ച് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, മോനെ പപ്പ നീ വീട്ടിൽ വരുന്നതിനോട് ഒരു എതിരുമില്ല, പക്ഷേ രാഷ്ട്രീയം മാത്രം ആരും വീട്ടിൽ സംസാരിക്കാൻ